ഈ വീട്ടുകാരെങ്ങനെയാണ് ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അടിപൊളിയാണ്. അതായത് തുടക്കമൊക്കെ എന്തെങ്കിലും കമന്റ് കാണുമ്പോൾ അമ്മ വിളിച്ചു ചോദിക്കുക എന്താ കമന്റ് അങ്ങനെ, എന്താ അവരെങ്ങനെ കമന്റ് ഇടുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഞാൻ പറയും അമ്മ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ക്ലിക്കായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയൊക്കെ സഹിക്കണം. അത് ഫേസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പിടിച്ച് നിന്ന് പോകുന്നത്. കുറേ ആൾക്കാർ അങ്ങനെ പറയാനുണ്ട്, അതൊന്നും കേട്ട് മൈൻഡ് ആക്കണ്ട, അത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടല്ലോ അത് മതി എന്നുള്ള രീതിയിൽ ഫാമിലിനെ ആശ്വസിപ്പിച്ചപ്പോൾ ഇപ്പം അവർ ഭയങ്കര സപ്പോർട്ടാണ്. അവർ എൻ്റെ ഇൻസ്റ്റാ റീൽസ് കാണാറുണ്ട്, അതിൻ്റെ എല്ലാ കമൻസും ചിലപ്പോൾ വായിക്കാറുണ്ടാകും. പക്ഷേ ഫാമിലിയുടെ സൈഡിൽ നിന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു പവർ തന്നെ അവരാണ്. എന്തായാലും ആശയത്ത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. എന്താണ് ജാസിയിൽ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി എന്നാണ്? കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ സോൾവ് ചെയ്ത് വീണ്ടും ആ ബന്ധം കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ളൊരു ചെറിയ കാര്യമല്ല. ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയ അത്രയും ആഘോഷിച്ച ഒരു സാധനമാണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു നിങ്ങളുടെ ഒരു ബന്ധം പുതിയതായിട്ട് ഓരോ ആൾക്കാർ വരുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ അതിപ്പോൾ മൊത്തത്തിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ശരിക്കും നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്, പുറത്തുള്ളവരല്ല. കൂടെ നിൽക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ പെട്ടെന്ന് ശത്രുക്കളെ തിരിച്ചറിയാൻ തുടങ്ങിയില്ലേ? കുറെയൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത്. ജാസിക്ക് മാത്രമേ എന്താ പ്രശ്നം. ഇപ്പോൾ ആദ്യം പുതിയതായി വന്നവരെ പിന്നെ നമ്മളാണെങ്കിൽ ഹൈ ബൈ ഞാൻ പേഴ്സണലി എല്ലാവരും പറ്റുന്ന അറ്റാച്ച്ഡ് ആവും. ഞാൻ എല്ലാവരും അവരെ വിഷമങ്ങൾ ഞാൻ കേൾക്കും, എൻ്റെ വിഷമങ്ങൾ ഞാൻ അവിടെ പോയി പറയും. പിന്നെ അത് വലിയ സീനാകും. അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരാറ് എപ്പോഴും. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇവളോട് ഷെയർ ചെയ്യും, ഇവിടെ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യും. ഞാനിതെല്ലാം കൂടി കൊണ്ടിട്ട് ഇവനോട് ഷെയർ ചെയ്യും. ഇവൻ പറയും നിങ്ങൾ രണ്ടുപേരും അത് ഓക്കെ ആയി നിൽക്കുക, നിങ്ങൾ അവിടെ പോകണ്ട ഇവിടെ പോകണ്ട. ഇവൻ കുറേ നിർദ്ദേശങ്ങളൊക്കെ തരും. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾ അതിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അങ്ങനെ ആ ലെവലിൽ. നമ്മൾ ഈ മെഡിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇമോഷണൽ ചേഞ്ചസ് വരും. കാരണം ഇപ്പം നമ്മൾ മെഡിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക് കുറേ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുവാണ്. അപ്പം ജാസി ഈ മെഡിക്കേഷൻ എടുത്ത് തുടങ്ങിയപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്? എങ്ങനെയാണ്? ദേഷ്യം കൂടുമായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ ഞാൻ ലേസർ ട്രീറ്റ്മെൻ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ലേസർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ എനിക്കത് ആ ഒരു ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഒരു കാര്യം പറഞ്ഞത്, ഈ ട്രാൻസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഇവർ ഈ എല്ലാവരും ഈ പലത് ചാന്തുപൊട്ടാണ് അല്ലെങ്കിൽ കുണ്ടനാണ് അല്ലെങ്കിൽ ഓപ്പണായിട്ട് പറയാം കേട്ടോ, ചാന്തുപൊട്ടാണ് കുണ്ടനാണ് അല്ലെങ്കിൽ 9 അങ്ങനെ പലതും പറഞ്ഞ് ഈവൻ എൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നും വായിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര ലെവലിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിക്കൊണ്ടിരിക്കുന്ന ട്രാൻസിൻ്റെ ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ റിയലൈസ് ചെയ്യുന്ന കാര്യം എന്താ അറിയോ, ഇവരൊക്കെ എത്ര വേദന സഹിച്ചിട്ടാണ് ആ ഒരു പൂർണ്ണതയുള്ള സ്ത്രീയിലേക്ക് മാറുന്നത്. അപ്പോൾ അവരൊക്കെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം. കാരണം അവർ അത്രയും ആ ഒരു ലൈഫിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഈവൻ എനിക്ക് ഒരു ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫുൾ ബോഡി ലേസർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് സർജറി, ഡൗൺ സർജറി, അതുകൊണ്ട് വേറെയുള്ള കോസ്മെറ്റിക് സർജറി ഒക്കെ എന്നാണ് ഒരു പൂർണ്ണതയുള്ള സ്ത്രീയിലേക്ക് മാറുന്നത്. എന്നിട്ടും അവർ താഴത്ത് പോയിട്ട് നീ 9 അല്ലെങ്കിൽ നീ ചാന്തുപൊട്ടൽ എന്നൊക്കെ പറയുമ്പോൾ പേഴ്സണലി എനിക്കിപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അവർ ആ ഒരു പ്രോസസ്സിൽ അവരെടുക്കുന്ന ഒരു എഫേർട്ട് വളരെ വലുത്. അത് പലർക്കും അറിയില്ല, അവരെടുക്കുന്ന ഒരു വേദന അല്ലെങ്കിൽ അവരെടുക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഞാനത് പകുതി ഇപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അവരോട് റെസ്പെക്റ്റ് ഒന്നുകൂടെ കൂടി. ഇതിൽ ഈ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും ഇൻസ്പയർ ചെയ്ത ആരെങ്കിലും ഉണ്ടോ ജാസിക്ക്? എനിക്ക് എൻ്റെ അന്നും ഇന്നും എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തുള്ള എൻ്റെ ഫ്രണ്ട് അനന്യയാണ്. ഇവൻ മരണപ്പെട്ടു പോയല്ലോ. അനന്യനെ പോലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആളെ അല്ലെങ്കിൽ അത്രയും ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പായിട്ടുള്ളൊരു വ്യക്തിയെ ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഫസ്റ്റ് കണ്ടത് അനന്യയുടെ ഫ്രണ്ട്ഷിപ്പായിരുന്നു. എനിക്ക് പേഴ്സണലി ഒരു സഹോദരിയുടെ തുല്യമായിരുന്നു. എന്ത് വിഷമം വന്നാലും അവളോട് സംസാരിക്കും, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അവൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവളത് ഹാപ്പി ആക്കി എടുക്കും. പക്ഷെ അവൾ ഒരു ആത്മഹത്യ ചെയ്തു പറഞ്ഞപ്പോൾ എനിക്ക് ഈ സ്റ്റിൽ ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അവളത് ഒരിക്കലും എൻ്റെ അനന്യ ഒരിക്കലും അത് ചെയ്യില്ല എന്നാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മളുടെ ഒരു ലൈഫ് പലപ്പോഴും നമുക്കൊരു മെസ്സേജ് ആയിരിക്കും. പ്രത്യേകിച്ചും നിങ്ങളൊരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം നമുക്കറിയാം LGBTQI കമ്മ്യൂണിറ്റിയിലെ ഓരോ വ്യക്തികളുടെ ലൈഫ് എന്ന് പറയുന്നത് ഓരോ മെസ്സേജാണ്. അവരതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാണ് അവരുടെ റൈറ്റ്സ് ഇതുപോലെയുള്ള ഒരു പോസിറ്റീവ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു ലൈഫ് സ്റ്റോറിയിൽ നിങ്ങൾ എന്ത് മെസ്സേജ് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ പറയുമ്പോൾ നമ്മൾ ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ഫാമിലിയാണ് നമ്മുടെ സ്ട്രെങ്ത്ത്. പല ആൾക്കാരും ഫാമിലിനൊക്കെ ഒഴിവാക്കിയിട്ട്
അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഫാമിലീസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ നമ്മുടെ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക. അവരെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ട് വേണം, നമ്മൾ അവർക്കും നല്ല സപ്പോർട്ട് കൊടുക്കണം. പിന്നെ മെയിനായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുക. ഒരു ലൈഫാണ്, അത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കൂടെ ജീവിക്കുകയാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുക, അവരെ ഫീലിങ്സ് മനസ്സിലാക്കുക, നമ്മളെ ഫീലിങ്സ്, രണ്ടുപേർക്കും ഈക്വൽ ഒരു സ്പേസ് കൊടുക്കണം. അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ശ്രുതി ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഒരു നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും ഒരു മൊമെൻറ്റിൽ ഈ ഒരു സൗഹൃദം വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലേക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, എൻ്റെ കൂടെയുള്ള കുറച്ച് പേര് പറയും അതാണ് നിനക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇൻജെക്ട് ചെയ്ത് തരും. പക്ഷേ ഞാൻ റീതിങ്ക് ചെയ്യും. കാരണം ഈ അവർ ഇപ്പോൾ കമൻസിനേക്കാൾ ഉപരി ഇപ്പോൾ നാളെ ഒരിക്കലും നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിർത്തി, എന്നാലും നമുക്ക് മെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോനേക്കാൾ ഉപരിയല്ലേ. നേരത്തെ പറഞ്ഞ പോലെ 100 കമൻറ്റ് ബാഡ് കമൻറ്റ് വന്നാലും ഈ കമൻറ്റ് ഇടുന്ന ഒരാളും ചിലപ്പോൾ എനിക്കൊരു ആവശ്യഘട്ടത്തിൽ കാണില്ല. ഇപ്പം ഞങ്ങൾ ഷാർജ മൊബൈലിലാണ് താമസം. എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ജാസിയുടെ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു ലേഡി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ കുറേ ഇപ്പോൾ ലൈക്ക് വീട്ടിലൊരു ബൾബ് കേടായ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ആശയാണ്. രണ്ടുപേരും കൂടെ വരും. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ പെട്ടെന്ന് വന്നാൽ, അൽഹംദുലില്ലാ ഇതുവരെ വന്നിട്ടില്ല, പെട്ടെന്ന് ഒരു നെഞ്ചുവേദന എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ എനിക്ക് ധൈര്യത്തോടെ ഏത് പാതിരാത്രിക്കും വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന ഉറപ്പുള്ളതും വന്നു കഴിഞ്ഞാൽ എനിക്ക് നോക്കുന്ന ഉറപ്പുള്ളതൊക്കെ ജാസിയാണ്. സോ ഈ കമൻ്റ് ഇടുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന ഒരാളും എനിക്ക് അവൈലബിലിറ്റി അല്ല. അപ്പോൾ ഞാൻ അവരെ അല്ല നോക്കേണ്ടത്, എൻ്റെ കൂടെ നിൽക്കുന്നവരാരാണോ അവരെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ചെയ്തു. ഇത്രയും നെഗറ്റീവ്സ് വന്നാലും എനിക്ക് ഇവരുടെ കൂടെ വീഡിയോ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവൻ്റെ കൂടെ നടക്കുമ്പോഴാണ് നിനക്ക് ഇങ്ങനെ പല രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും ആശി വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ രീതിയിൽ കേൾക്കാൻ എന്തൊക്കെ നമുക്ക് അറപ്പ് തോന്നുന്നു ആ രീതിയിലൊക്കെ പറഞ്ഞാൽ പോലും എനിക്ക് വേണ്ടത് ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ആ ഒരു ബോണ്ടിന് ഒരിക്കലും കോട്ടം തട്ടിയിട്ടില്ല. ഒരു കമൻസും അതിനെ ബാധിച്ചിട്ടൊന്നുമില്ല. ചില സമയത്ത് നമ്മൾ ചിന്തിക്കും ഇതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് വരുന്നത് എന്ന് ചിന്തിച്ചാലും നെഗറ്റീവ് വന്നാലും പ്രശ്നമില്ല. എനിക്ക് പിരിയാൻ പറ്റാത്ത 2 ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ തന്നെ ഇടയ്ക്ക് ആലോചിക്കും, നമ്മളൊക്കെ എത്ര നാൾ ഒരുമിച്ച് ഉണ്ടാകുമല്ലേ, പറ്റുന്നിടത്തോളം പോലും നമുക്ക് എപ്പോഴും ഒരുമിച്ച് വേണം, നമ്മൾ എവിടെയെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാതെ തന്നെ ഒരുമിച്ച് പോകണം, ദുബായ് എപ്പോഴെങ്കിലും വിട്ടുപോയാലും നമ്മൾ ഒരുമിച്ച് ഉണ്ടാവണം. അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യും. ഭയങ്കര ബോണ്ടാണ്. അത് എന്തും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഈ നിങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ചും UAE നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് അത് ഡെഫിനറ്റ്ലി അവരെ തേടി വരുന്ന ഒരു സാധനമാണ്. അപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ നോക്കാറുണ്ടോ? അതല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം മാത്രമാണോ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അതല്ലെങ്കിൽ അതിനകത്തൊരു ജസ്റ്റിസ് വേണം അല്ലെങ്കിൽ ഒരു എത്തിക്സ് വേണം, അങ്ങനെ നോക്കിയിട്ടാണോ നിങ്ങൾ പ്രൊഡക്റ്റ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നത്? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ മെയിനായിട്ട് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഓഫർ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചെയ്യുക, സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെയൊക്കെ. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ഫുഡ് ബ്ലോഗാണ് ചെയ്യണമെങ്കിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ കുറച്ചും കൂടി പ്രൊഡക്റ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ജാസ്തിയായിരിക്കും. പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കും, അവരോട് ചോദിക്കും. ഇപ്പം പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആണെങ്കിൽ അത്ര ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഇതാണ് കാരണം നമ്മൾ നമ്മുടെ കാഴ്ചക്കാർക്ക് ഒരു സാധനം ഒരു പ്രൊഡക്റ്റ് നമ്മൾ അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് അവർക്കൊരു പ്രോബ്ലം ആയിട്ട് മാറരുത് എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഒരു ഇതാണ്. കാരണം നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവർ ആ പ്രൊഡക്റ്റ് വാങ്ങുക. അപ്പോൾ പ്രൊഡക്റ്റ് നന്നായിരിക്കണം. അങ്ങനെ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്ത് പേഴ്സണലി എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രമാണ് അത്. ഈവൻ ഞാൻ പെർഫ്യൂം ഷോപ്പാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു വൈറ്റനിങ് സോപ്പ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഓക്കെ ആണെന്ന് ഞാൻ അതൊരു 1 മന്ത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഓക്കെ ആണെന്നതിന് ശേഷമാണ് ഞാനത് പബ്ലിക്കിൽ ഒരു വീഡിയോ തന്നെ ചെയ്തത്. എല്ലാം അങ്ങനെ തന്നെയാണ്, നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ. കാരണം വെറുതെ അത് ഏത് പ്രൊഡക്റ്റ് ആയാലും അങ്ങനെ തന്നെ. സ്റ്റാമിന സേവർ കോഫി പൗഡറൊക്കെ അങ്ങനെ തന്നെ ചെയ്തത് അല്ലേ.